find the one, you should never give her up. I think it's the way life. Hi friends, welcome back to my channel. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന സ്പഞ്ച് ഫ്രൂട്ട് റോളാണ്. ഫ്രൂട്ട് റോൾസ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. 50 ഗ്രാം മൈദ, 70 ml ഓയിൽ, 1 ടീസ്പൂൺ വനില എസൻസ്, 1 ടേബിൾ സ്പൂൺ കൊക്കോ, 80 ഗ്രാം ഷുഗർ, 4 മുട്ട. മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചിട്ട് മുട്ടയുടെ വെള്ളയിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ടയുടെ വെള്ളനെ പതിപ്പിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഷുഗർ കുറച്ചായി ആഡ് ചെയ്തുകൊണ്ട് ബീറ്റ് ചെയ്യാം. ഇനി ഇത് ഹൈ സ്പീഡിലാക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയുടെ വെള്ളം പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് കൺസിസ്റ്റൻസി ഉണ്ടാവല്. വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എഗ് യോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലോർ ഇനി അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പകുതി മൈദ ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള മൈദ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബാറ്ററിൽ നിന്ന് പകുതി വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ മാറ്റി വെച്ച ബാറ്ററിയിലേക്ക് കൊക്കോ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബട്ടർ പേപ്പറിന് പകരം ഞാനൊരു പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടൊരു ബൗളിൽ 1 ടീസ്പൂൺ ഗീ, 1 ടീസ്പൂൺ ഓയിൽ, 2 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പേസ്റ്റ് ട്രേൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ട്രേൻ്റെ ഒരു ഭാഗത്ത് ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി വനില കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 20 മിനിറ്റ്സ് ആണ് ബേക്കിംഗ് ടൈം. ഇനി ഇത് കൂളിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഫ്രൂട്ട് സോസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മാങ്ങയും കുറച്ച് ബ്ലൂബെറിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഓൾറെഡി സ്ട്രോബെറീൻ്റെ പൾപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിത് അടുപ്പിൽ വെച്ചിട്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ബ്ലൂബെറി സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച പാനിൽ ഞാൻ ബ്ലൂബെറി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് ബ്ലൂബെറി അരിച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഇത് സെയിം പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. സോസ് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ കലക്കി വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. മാംഗോ സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ പകുതി മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് മാങ്ങ അരച്ചെടുക്കാം. അരച്ചെടുത്ത മാങ്ങ മീഡിയം ഫ്ലെയിമിൽ വെച്ച പാനിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ ഐസിങ് ഷുഗർ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ കേക്ക് 12 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രൂട്ട് സിറപ്പ് കേക്കിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു പീസ് മാംഗോ വെച്ചിട്ട് ഇത് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ സ്ട്രോബെറിയും ബ്ലൂബെറിയും വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. സൂപ്പർ സോഫ്റ്റ് സ്പഞ്ച് ഫ്രൂട്ട് റോൾസ് റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.